മറുപക്ഷത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനങ്ങളിലെ അധികാരം പിടിച്ചടക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ കർണാടകയിലെ 2 മണ്ഡലങ്ങളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങൾ വിശദാംശങ്ങൾ സഹിതം പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി കൂടുതൽ തെളിവുകൾ സഹിതമാണ് ഇക്കുറി രംഗത്തെത്തിയത്. വ്യാജ വിലാസങ്ങളും വ്യാജ വീട്ടു നമ്പറുകളും വ്യാജ ഫോട്ടോകളും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് വോട്ടുകൾ ചേർക്കുകയും അവ ഉപയോഗിച്ച് വോട്ട് തട്ടിപ്പ് നടത്തുകയും ചെയ്തതിൻ്റെ വിവരങ്ങളാണ് ബീഹാർ വോട്ടെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് രാഹുൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പുറത്തുവിട്ടത്. ബ്രസീലിയൻ മോഡലായ വനിത പോലും 10ഓളം ബൂത്തുകളിൽ വിവിധ പേരുകളിൽ വോട്ടറാവുന്നു. 5 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ, ഒരേ ഫോട്ടോ ഉപയോഗിച്ച് ലക്ഷത്തിലധികം വോട്ടുകൾ. 2 കോടിയിലധികം വോട്ടർമാരുള്ള ഹരിയാനയിൽ 25.5 ലക്ഷം വോട്ടുകൾ വ്യാജമാണെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ടെത്തൽ. അതായത് മൊത്തം വോട്ടർമാരുടെ 8/1 ഭാഗവും തട്ടിപ്പിലൂടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി തുടക്കം കുറിച്ചിരിക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ അഥവാ SIR-നെ കുറിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് പച്ചയായ വോട്ടുകൊള്ളയുടെ വിവരങ്ങൾ കൂടുതൽ വ്യക്തതയോടെ പുറത്തു വന്നിരിക്കുന്നത്. SIR സംബന്ധിച്ചുയരുന്ന ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ബീഹാറിൽ നടത്തിയ തീവ്രപരിഷ്കരണത്തിൽ മാത്രം 69 ലക്ഷം പേരാണ് പുറത്തേക്ക് പോയത്. ഇക്കാര്യത്തിൽ നീതിപൂർവകമായ പരിഹാരം കാണാതെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. NRCക്ക് തുടക്കം കുറിച്ചത് ചൂണ്ടിക്കാട്ടി അസമിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വേണ്ടെന്ന് വെച്ചത് SIR NRC ഒളിപ്പിച്ച് കടത്താനുള്ളതാണെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തിരിക്കുന്നു. മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സ്വതന്ത്ര സ്വഭാവത്തെ അപ്പാടെ അട്ടിമറിക്കുവാനുള്ള വളരെ ആസൂത്രിതമായ നീക്കം ശക്തിപ്പെടുന്നതിലേക്കാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വെളിച്ചം വീശുന്നത്. നമ്മെ ആര് ഭരിക്കണം? രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിൽ നമ്മളെ ആര് പ്രതിനിധീകരിക്കണം? ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ വ്യക്തിക്കും ഭരണഘടന അനുവദിക്കുന്ന ഏറ്റവും ശക്തമായ അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്നതിൽ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഈ അവകാശത്തിന്മേൽ കരുനിഴൽ വീഴ്ത്തുന്ന നീക്കങ്ങൾക്കാണ് പുതിയ സംഭവവികാസങ്ങളിലൂടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഒന്നാമതായി മറുപടി പറയേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പരാതി നൽകാനുള്ള 45 ദിവസ കാലാവധി ചൂണ്ടിക്കാട്ടിയും CCTV നശിപ്പിച്ചതിൻ്റെ സാങ്കേതിക ന്യായങ്ങൾ നിരത്തിയും ബാലിശമായ മറുപടികളിലൂടെ കൈകഴുകേണ്ട സർക്കാർ ഏജൻസിയായി അല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു സ്വതന്ത്ര അധികാര സ്ഥാപനം എന്ന നിലയിലാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പ്രതിനിധീകരിക്കേണ്ടത്. രാജ്യം കണ്ട അധികായന്മാരായ രാഷ്ട്രീയക്കാരെയും അധികാരികളെയും ചൂണ്ടുവിരലിൽ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പുവരുത്തിയ TN ശേഷനെ പോലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സംവിധാനമാണ് ഇന്ന് അതിൻ്റെ എല്ലാ ജനാധിപത്യ വിശുദ്ധിയും സംശയത്തിൻ്റെ നിഴലിലാക്കി സമൂഹ മധ്യത്തിൽ കളങ്കപ്പെട്ടു നിൽക്കുന്നത്. ആരോപണ വിധേയമായ വിശ്വാസ്യതയും വിശുദ്ധിയും തിരികെ പിടിക്കാനുള്ള ഇച്ഛാശക്തിയാണ് കമ്മീഷനിൽ നിന്നും ജനാധിപത്യ സമൂഹം പ്രതീക്ഷിക്കുന്നത്. നിർഭാഗ്യവശാൽ അത്തരം ആശാവഹമായ നീക്കത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ലെന്നാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബാലിശമായ പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മറുവശത്ത് ജനാധിപത്യ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്താനുള്ള ഗൂഢപദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിൽ സംഘപരിവാര ഫാഷിസം അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ പോലും ജാഗരൂകരായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ഘട്ടങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയോടും അത് ഉയർത്തിപ്പിടിക്കുന്ന പൗരാവകാശങ്ങളോടും എത്രത്തോളം പരിഹാസ്യമായാണ് ഒരു രാഷ്ട്രീയ സംവിധാനം പ്രതികരിക്കുന്നത് എന്ന് BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. 2 ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട പ്രശ്നങ്ങളോട് വസ്തുതാപരമായി സംവദിക്കാൻ തലമുതിർന്ന ഒരൊറ്റ BJP നേതാവിന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പകരം ഉത്തരവാദിത്ത ബോധമില്ലാത്ത പരിഹാസങ്ങളിലും അധിക്ഷേപങ്ങളിലും ഒതുങ്ങുന്നു അവരുടെ പ്രതികരണങ്ങൾ. തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഹിംസാത്മകവുമായ സംഘപരിവാര ആശയത്തെ താലോലിക്കുന്ന BJP-യിൽ നിന്നും ഇതിനപ്പുറം ജനാധിപത്യ ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കോടതികളിൽ വിധി എഴുതുന്ന ജഡ്ജിമാർ
അന്വേഷണ ഏജൻസികൾ തുടങ്ങി ഭരണഘടനാപരമായ പ്രതിബദ്ധത ഉറപ്പാക്കേണ്ട സംവിധാനങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട മാധ്യമങ്ങളെപ്പോലും തങ്ങളുടെ കൈക്കോടാലികളാക്കി മാറ്റാനുള്ള സംഘപരിവാര ഭരണകൂടത്തിന്റെ വെമ്പൽ എല്ലാ പരിധികളും ലംഘിക്കുന്നതിന്റെ അപകടമാണ് ഇവിടെ തെളിയുന്നത്. ജനാധിപത്യത്തിൽ ശുഭപ്രതീക്ഷ പുലർത്തുന്നവരിൽ ആശങ്ക ഉളവാക്കുന്ന വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ഭരണ മുന്നേറ്റത്തെ ചെറുക്കാൻ രൂപം നൽകിയ രാഷ്ട്രീയ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് കൂടിയാണ്. എന്നാൽ 2 ഘട്ടങ്ങളിലായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളോട് സഖ്യകക്ഷികൾക്ക് എത്രത്തോളം ഐക്യദാർഢ്യവും പിന്തുണയും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രസക്തമായ ചോദ്യം ബാക്കി നിൽക്കുന്നു. പരോക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ എല്ലാ സ്വഭാവവും ഒത്തിണങ്ങിയ വോട്ടുകൊള്ളയ്ക്കെതിരെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമരമുഖങ്ങൾ രൂപപ്പെടേണ്ട ഘട്ടത്തിൽ മാമൂൽ പ്രസ്താവനകളിൽ ഒതുങ്ങുകയാണ് ഇടതു പാർട്ടികൾ അടക്കമുള്ള പല പ്രമുഖ കക്ഷികളുടെയും ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം. ഗുരുതരമെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമാവുന്ന വോട്ടുകൊള്ളയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും സംഘപരിവാര കേന്ദ്രങ്ങളും പ്രതിരോധം തീർക്കുന്നത് സാങ്കേതിക ന്യായങ്ങൾ ഉയർത്തിയാണ്. ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾക്ക് അവസരം ഒരുങ്ങിയത് എങ്ങനെ എന്ന ചോദ്യം പ്രതിപക്ഷ നിരയിലെ പ്രമുഖ പാർട്ടികൾ സ്വയം ചോദിക്കേണ്ടതാണ്. മതേതരക്കാർ, പുരോഗമനക്കാർ, സോഷ്യലിസ്റ്റുകൾ എണ്ണിപ്പറയാൻ ചേരികൾ പലതുണ്ട് പ്രതിപക്ഷത്ത്. പക്ഷെ താഴെത്തട്ടിൽ ഇവർ നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനവും പ്രവർത്തകരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസവും എത്രത്തോളം ദുർബലമായിരുന്നുവെന്ന് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. നേമത്തും വട്ടിയൂർക്കാവിലും മഞ്ചേശ്വരത്തുമടക്കം കേരളത്തിലെ BJP മുന്നേറ്റം പ്രകടമായ ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ദേശീയ താല്പര്യം മുന്നിൽ കണ്ടുള്ള വിശാലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല. UDFും LDFും പരസ്പരം പോരടിച്ച ഇവിടങ്ങളിൽ BJP വിജയം തെന്നിമാറിയിട്ടുള്ളത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ജാഗ്രതയോടെയുള്ള നിലയുറപ്പിക്കലിന്റെ ഫലമായി മാത്രമാണ്. അധികാര താല്പര്യം വിശാല രാഷ്ട്രീയത്തിന്റെ വഴിമുടക്കിയതിന്റെ ഫലമായാണ് ഒടുവിൽ തൃശ്ശൂരിൽ BJP വിജയം സാധ്യമായത്. വോട്ടുകൊള്ളയുടെ കേരള ദർശൻ അവിടെയും നമ്മൾ കണ്ടു. അതിന്റെ അർത്ഥം കേരളവും വ്യത്യസ്തമല്ല എന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ അപ്പാടെ വിഴുങ്ങാൻ കച്ചകെട്ടിയിറങ്ങിയ സംഘപരിവാരത്തിനെതിരായ രാഷ്ട്രീയ പ്രതിരോധവും അതിനാവശ്യമായ നിലപാടുകളും പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ബലാബലങ്ങൾക്കനുസരിച്ചും അധികാര താല്പര്യങ്ങൾക്കനുസരിച്ചും മാറിമറിയാനുള്ളതല്ല. ബീഹാറിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം ഒരേ തീവ്രതയിലും കെട്ടുറപ്പിലും ഉയർന്നു വരേണ്ടതാണ്. അല്ലാതെ കേരളത്തിൽ പരസ്പരം പോരടിച്ചും പുറത്ത് തന്ത്രപരമായി സഖ്യം ചേർന്നും ചുളുവിൽ പടർത്തുയർത്താൻ കഴിയുന്നതല്ല ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം. മറുപക്ഷം ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.